വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ ഒരു ലോഗോയും അതുപോലെ തന്നെ നിങ്ങൾ കണ്ട ഇൻട്രോ വീഡിയോയും നമുക്ക് ചെയ്തു തന്നത് നമ്മുടെ ഒരു ഇൻസ്റ്റഗ്രാം ഫ്രണ്ടായിട്ടുള്ള ആഷിഫ് ആഷാണ്. നല്ലൊരു ക്രിയേറ്റീവായിട്ടുള്ള നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ്. ആളുടെ കുറച്ച് വർക്ക്സ് ഞാനിതിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ വർക്ക്സ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആളുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ എല്ലാവരും പോയിട്ട് ആളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എനിക്ക് ഈ ഒരു ലോഗോയും അതുപോലെ തന്നെ ഇൻട്രോ വീഡിയോയും ചെയ്തതിനൊരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു Fellahmyworld. അപ്പോൾ ഇന്ന് നമ്മളൊരു അറബിക് സ്വീറ്റ് ആയിട്ടുള്ള കുനാഫയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുനാഫ ഡവും അതുപോലെ തന്നെ ഓവണൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി സ്റ്റവിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു 1 ടീസ്പൂണ് റോസ് വാട്ടർ എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രീം റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പാൽ മാറ്റി വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ആക്കിയതിന് ശേഷം ഈ ഒരു കോൺഫ്ലോറും പാലും കൂടിയിട്ടുള്ള മിക്സ് നമ്മൾ മെഷർ ചെയ്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് പാലില്ലേ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി സ്റ്റവിൽ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 1.5 ടേബിൾ സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അൽമറായുടെ ക്രീം ചീസാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഒരു 2 ടേബിൾ സ്പൂണ് ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളിൽ ക്രീം ചീസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇതിട്ടിട്ട് നല്ലോണം ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് കുനാഫ ഡവ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ഞാനിതിവിടെ സേമിയ എടുത്തിട്ടുണ്ട്. 150 ഗ്രാമിൻ്റെ സേമിയ പാക്കറ്റാണ്. അപ്പോൾ ഇത് നല്ലോണം ഇത് റോസ്റ്റഡ് ആണ്. കൈകൊണ്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂണ് ബട്ടറോ അല്ലെങ്കിൽ ഗീ ആണെങ്കിൽ ഗീ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കുക. അപ്പം നമ്മളിത് ഈ ഒരു ഫ്രൈ പാനിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം നല്ലോണം ബട്ടർ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ സേമിയ അതുപോലെ തന്നെ ബട്ടർ മിക്സ് ഇല്ലേ അതൊന്ന് ഫസ്റ്റ് ലെയർ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരന്ന പാത്രം കൊണ്ട് നല്ലോണം ഒന്ന് പ്രസ്സാക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ചീസും അതുപോലെ തന്നെ കോൺഫ്ലോറും പാലൊക്കെ കൂടിയിട്ടുള്ള മിക്സ് ഇതിൻ്റെ മേലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അപ്പോൾ ഇതേ ക്രീമൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ബാക്കിയുള്ള സേമിയയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ ക്രീമൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റവിൽ വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒരു ലിഡ് വെച്ച് കവർ ചെയ്ത് കൊടുക്കുക. ഒരു 50 to 20 മിനിറ്റ്സ് എന്തായാലും എടുക്കും. അപ്പോൾ ഇനി ഇത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിതേ വേറൊരു പാനിൽ ഇതുപോലെ നെയ്യോ അല്ലെങ്കിൽ ബട്ടർ തടവിയിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഈ സൈഡ് ആവാനും ഒരു 5 to
5 to 8 മിനിറ്റ്സോളം എടുക്കുള്ളൂ. അപ്പോൾ ഇതേ നമ്മുടെ കുനാഫ റെഡി ആയിട്ടുണ്ട്, നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഇതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാവും. നല്ലൊരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുനാഫ ഡവ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ വീഡിയോസും റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ബൈ ആൻഡ് ടേക്ക് കെയർ.